കൂട്ടുകാരെ ചെമ്പനീർ പൂവ് പുത്തൻ പ്രമോല് നമ്മുടെ വർഷയുടെ കെട്ടാൻ പോകുന്ന ഒരു റോഷൻ ഉണ്ടല്ലോ, റോഷൻ തന്നെ നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ വർഷ എത്തിക്കുന്നുണ്ട്. നിന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഒന്നും ഇവിടെ ക്രൗഡൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട് ആൾക്കാരൊക്കെ എത്താൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഗിഫ്റ്റ് മേടിച്ചില്ല എൻ്റെ ഫ്രണ്ടിന്. അപ്പം നമ്മുടെ റോഷൻ പറയുന്നുണ്ട് ഇവിടെ അടുത്തൊരു മോളുണ്ട്, ഞാൻ വേഗം പോയി ഗിഫ്റ്റ് മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് റോഷൻ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് രേവതിയും കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ, അമ്പലത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ രേവതി വന്നേ ഉള്ളൂ നമ്മുടെ ശ്രീകാന്തിനൊപ്പം. അപ്പോൾ ശ്രീകാന്ത് നോക്കുമ്പോൾ നമ്മുടെ വർഷ ആ ഒരു സാരി കൊടുത്ത് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ ദൈവവും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വർഷ ശ്രീകാന്തിന്റെ കൈയും പിടിച്ച് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ, ഈ ഒരു സ്നേഹം എന്നോട് എപ്പോഴും ഈ ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾക്കിടയിൽ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ ശ്രീകാന്തിന്റെ കൈ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്തും നമ്മുടെ വർഷയുടെ ആ ഒരു താലികെട്ടലും മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടലും ആ ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആ താലി കെട്ടുന്ന ഒരു മുഹൂർത്തങ്ങൾ. അപ്പൊ നമ്മുടെ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക, അമ്പലത്തിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക നമ്മുടെ ശ്രീകാന്തിനെ. അപ്പോഴായിരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തും നമ്മുടെ വർഷയും വിവാഹിതരായി നിൽക്കുന്ന ഒരു രംഗം നമ്മുടെ രേവതി കാണുന്നത്. അങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു രംഗം കേട്ടോ നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ നമ്മുടെ രേവതിയുടെ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി നോക്കാം, കണ്ടു തന്നെ അറിയണം പ്രേക്ഷകർ. നമ്മുടെ രേവതിയുടെ അവസ്ഥ വളരെ ദയനീയം തന്നെ ആയിരിക്കും. ഇനി നമ്മുടെ സച്ചിയോട് ഇനി എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കില്ല. സച്ചിയും നമ്മുടെ രവീന്ദ്രനും ഒക്കെ പറയാൻ പോകും നമ്മുടെ രേവതി ഇവർക്ക് കൂട്ടുനിന്ന് ഇവരുടെ വിവാഹം നടത്തി കൊടുത്തു എന്നുള്ളൊരു പേരായിരിക്കും നമ്മുടെ രേവതിക്ക് ഉണ്ടാകുക. അപ്പൊ എന്തായാലും നമ്മുടെ സച്ചിയും രേവതിയും ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വീഴും എന്ന് തന്നെ 100% ഉറപ്പാട്ടോ. ഇപ്പുറത്ത് നമ്മുടെ ശ്രീകാന്ത് വർഷ ഇവരെ ആ ഒരു വീട്ടിലേക്ക് കയറ്റുമോ നമ്മുടെ സച്ചി, ഇവരെങ്ങോട്ടേക്കായിരിക്കും പോകാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.